ചരിത്രവഴിയിൽ ഇന്ന് നാട്ടുരാജ്യ സംയോജനത്തിൽ ശക്തമായ പങ്കുവഹിച്ച വി.പി. മേനോൻ്റെ കഥ. 1893 സെപ്റ്റംബർ 30 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിൽ വാപ്പാലക്കളം തറവാട്ടിൽ ജനനം. അധ്യാപകനായിരുന്ന ചുനങ്ങാട് ശങ്കുണ്ണി മേനോൻ പിതാവ്, വാപ്പാല കുഞ്ഞിക്കുട്ടിയമ്മ മാതാവ്. 4th ഫോറത്തിൽ തോൽപ്പിച്ചതും പിന്നീട് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിൻ്റെയും പേരിൽ സ്കൂളിൻ്റെ ഒരു ഭാഗത്തിന് തീ കൊളുത്തിയ ശേഷം പങ്കുണ്ണി നാടുവിട്ടു. തൊഴിലാളിയും വഴിവാണിഭക്കാരനുമായി. അനന്തൻ എന്ന കണ്ണൂർ സ്വദേശിയുമായുള്ള കണ്ടുമുട്ടൽ പങ്കുണ്ണിയുടെ ജീവിതം മാറ്റിമറിച്ചു. 1914 അനന്തൻ്റെ സഹായത്താൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ശിപായിയായി ജോലിയിൽ പ്രവേശിച്ചു. ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനായി 1917 ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയായ എഡ്വിൻ മൊണ്ടേഗോ എത്തിയത് പങ്കുണ്ണിയുടെ ജീവിതപാത സുഗമമാക്കി. ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പുതിയതായി രൂപവൽക്കരിച്ച റിഫോംസ് കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. പിന്നീട് ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി. ഇതോടെ പങ്കുണ്ണി വി.പി. മേനോൻ എന്നറിയപ്പെട്ടു തുടങ്ങി. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തയ്യാറാക്കുന്നതിലും നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. 1942 ഭരണപരിഷ്കാര കമ്മീഷണറായി മേനോൻ ചുമതലയേറ്റു. ലിൻലിത്ഗോ, വേവൽ, ലൂയി മൗണ്ട് ബാറ്റൻ എന്നീ 3 വൈസ്രോയിമാർക്കൊപ്പം വി.പി. മേനോൻ പ്രവർത്തിച്ചു തുടങ്ങി. അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റണിൻ്റെ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. മൗണ്ട് ബാറ്റണുമായി അടുത്ത സൗഹൃദം പുലർത്താൻ വി.പി. മേനോന് സാധിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതിക്ക് സമാന്തരമായി മേനോൻ തയ്യാറാക്കിയ പദ്ധതിക്ക് വളരെ സ്വീകാര്യത ലഭിച്ചു. ഇതോടുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 1947 ഓഗസ്റ്റ് 15 അധികാര കൈമാറ്റം നടന്നത്. ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ സർദാർ വല്ലഭായ് പട്ടേൽ പുതിയതായി രൂപവൽക്കരിച്ച മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറിയായി മേനോനെ നിയമിച്ചു. ഈ പദവി വഹിച്ചുകൊണ്ട് നാട്ടുരാജ്യ സംയോജനത്തിൽ അദ്ദേഹം ഉരുക്കുമനുഷ്യനായ പട്ടേലിൻ്റെ വലം കൈയായി പ്രവർത്തിച്ചു. അക്കാലത്ത് 562 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. സ്വന്തമായി സൈന്യവും കറൻസിയുമൊക്കെ നാട്ടുരാജാക്കന്മാർക്കുണ്ടായിരുന്നു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം അവർക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിലനിൽക്കാനോ അവകാശമുണ്ടായിരുന്നു. പട്ടേലും മേനോനും നാട്ടുരാജാക്കന്മാരുമായി നീണ്ട ചർച്ചകൾ നടത്തി. അവരുടെ നിരന്തരമായ പരിശ്രമം, നിരന്തരമായ യാത്രകൾ ഇരുവരുടെയും പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാക്കി. 1947 ഓഗസ്റ്റ് 15 മുൻപ് 3 രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നുകൊണ്ടുള്ള സംയോജന രേഖയിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ കൂട്ടാക്കാതെ നിന്ന ജുനഗഡിൽ ഇന്ത്യൻ സൈന്യം പ്രവേശിച്ച് 1947 നവംബറിൽ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിച്ചു. 1947 ഒക്ടോബർ 26 കാശ്മീർ മഹാരാജാവ് സർ ഹരി സിംഗ് രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചുകൊണ്ട് കരാറിൽ ഒപ്പുവെച്ചു. 1948 സെപ്റ്റംബർ 17 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടികളിലൂടെ ഹൈദരാബാദും ഇന്ത്യയോട് ചേർക്കപ്പെട്ടു. 1950 ഡിസംബർ 15 സർദാർ പട്ടേൽ അന്തരിച്ചതോടെ വി.പി. മേനോന്റെ ഔദ്യോഗിക ജീവിതം ഇരുളടഞ്ഞതായി മാറി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് വലിയ പ്രതിബദ്ധത കാട്ടിയില്ല. മേനോനെ എന്തുകൊണ്ടോ മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ചെയ്തു. 1951 ഒഡീഷയുടെ താൽക്കാലിക ഗവർണറായി ചെറിയൊരു കാലയളവിലേക്ക് അദ്ദേഹം നിയമിതനായി. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി കൂടിയാണ് വി.പി. മേനോൻ. 1952 സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം പിന്നീട് സി രാജഗോപാലാചാരി നേതൃത്വം നൽകിയ സ്വതന്ത്ര പാർട്ടിയിൽ പ്രവർത്തിച്ചു. 1965 ഡിസംബർ 31 72-ാം വയസ്സിൽ ബംഗളൂരുവിൽ വെച്ച് വി.പി. മേനോൻ അന്തരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ സംയോജനം ആധാരമാക്കി അദ്ദേഹം രചിച്ച കൃതികളാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ തുടങ്ങിയവ. കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അധികാര കൈമാറ്റ പ്രക്രിയയെ സ്വാധീനിച്ച ഏക മലയാളി കൂടിയാണ് വി.പി. മേനോൻ. തൻ്റെ കർമ്മജീവിതത്തിൽ ഒരിക്കൽ പോലും അവധിയെടുത്തിട്ടില്ലാത്ത മനുഷ്യൻ.